ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബ്. ഇന്നിതാ ഞാൻ വന്നത് റവയും ഒരൊറ്റ മുട്ടയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി വെറൈറ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് നമ്മൾക്കൊന്ന് കണ്ടു നോക്കിയാലോ. റവയും ഒരൊറ്റ മുട്ടയും വെച്ചുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ 2 ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാ ഒരു ബൗളിലേക്ക് 2 ഗ്ലാസ് റവ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ 2 ഗ്ലാസ് റവ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും ഇത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ഒരു മുട്ട കൂടി ഞാനിതാ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോക്ക് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി കൊടുക്കുക. ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇതാ 1 ഗ്ലാസ് ഗോതമ്പ് മാവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് റവ, 1 ഗ്ലാസ് ഗോതമ്പ് മാവാണ്. ഗോതമ്പ് ഇല്ലെങ്കിൽ മൈദമാവും ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് മാവും മൈദമാവും ഒക്കെ ചേർക്കട്ടോ. ഗോതമ്പ് മാവാകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആവും. ഇതിലേക്ക് ഇതാ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് അങ്ങനെ മിക്സ് ചെയ്യുക. ഇത് ദോശൻ്റെ ഒക്കെ ആ ഒരു പാകമാണ് നമ്മൾക്ക് വേണ്ടത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം കുറവ് ചെയ്യുന്നു. അപ്പോൾ അതാ ഞാൻ 2ാമത്തെ ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് വെള്ളം കുറവ് തന്നെയാണ്. ഇപ്പോൾ അതാ ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഈ ഒരു പാകത്തിൽ നമ്മൾക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിതാ നമ്മളാ മാവ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു ടൈമിൽ ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്കൊന്ന് ലൈക്കൊന്ന് തരണം കേട്ടോ. ഇപ്പോൾ നമ്മൾക്കിത് വറുത്ത റവയോ വറക്കാത്ത റവയോ ഏത് റവയും നമ്മൾക്ക് ഇതിലേക്ക് എടുക്കാം. അപ്പോൾ ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്, ഈസിയാണ്, വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇനിയിപ്പോൾ രാവിലെയൊക്കെ നമ്മൾക്ക് എണീറ്റാൽ ഇനിയിപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങോട്ട് നമ്മൾക്ക് മാറിക്കിട്ടും. ഇപ്പോൾ നമ്മളെ റവയും ഗോതമ്പ് മാവും മുട്ടയൊക്കെ കൂടി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടില്ല, നമ്മളെ ദോശൻ്റെ ഒക്കെ ഒരു പാകത്തിലാണ് ഈ ഒരു മാവ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമ്മൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ ഞാനിതാ ഒരു 5 മിനിറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാക്കുന്നത് ആ ഒരു ടൈമിൽ നമ്മൾക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ കറി ഇല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. 5 മിനിറ്റ് വെക്കണമെന്നില്ല, നമ്മൾക്ക് അപ്പം തന്നെ മാവ് അരച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. 5 മിനിറ്റ് വെച്ചാൽ നമ്മൾക്ക് ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ അപ്പം കിട്ടും. ഇപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇനി ഞാൻ ഇവിടുത്തെ മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാന് നമ്മളെ ദോശയ്ക്ക് ചൂടൂലേ ആ ഒരു പാനാണ് വെച്ചിട്ടുള്ളത്. ദോശത്തവല്ലേ അതാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. നല്ല കനം കുറച്ചിട്ട് തന്നെ ചുറ്റിച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. ഒരു മിനിറ്റ് ഒന്ന് നമ്മൾക്കിതൊന്ന് അടച്ച് വെക്കാം. ഒന്ന് നല്ലപോലെ വെന്തതിന് ശേഷം വീണ്ടും നമ്മൾക്ക് അടപ്പ് തുറന്നിട്ട് ഇതിലേക്ക് നമുക്ക് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നെയ്യൊക്കെ ആകുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾക്ക് ഏതാണ് ഇഷ്ടം അത് നമ്മൾക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ നെയ്യിൻ്റെയൊക്കെ. എന്നിട്ട് നമ്മൾക്കിതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. വീണ്ടും ഒന്നുകൂടി നമ്മളിതാ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2 പ്രാവശ്യം നമ്മൾക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾക്കിതൊന്ന് ഇങ്ങനെ നല്ലൊന്ന് മൊരിയിച്ചെടുത്താൽ സൂപ്പർ ടേസ്റ്റാണ്. ചൂടോട് കൂടിയൊക്കെ കുട്ടികൾക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ നല്ല പോലെ കഴിക്കും. അപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോ നല്ല സപ്പോർട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാവരുടെ അടുത്തുനിന്നും. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ കുറേ പേര് നമ്മളെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട്, കുറേ സബ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ.
ആ കഴിഞ്ഞ 2-3 വീഡിയോയിൽ തന്ന അതേ സപ്പോർട്ട് ഇനിയുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾ തരണം. അപ്പോൾ ഇതാ നമ്മളെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാഷാല്ലാ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ കാണാനും നല്ല മൊഞ്ചുള്ളൊരു അപ്പമായിരുന്നു. കാണാനും ടേസ്റ്റ് ഉണ്ട്, കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ്. ഈസിയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇപ്പോൾ ഇതാ ഞാൻ ഒരു അപ്പം കൂടി ഉണ്ടാക്കി ഇങ്ങനെ കാണിച്ചു തരാം. ഒന്നുണ്ടാക്കി കാണിച്ചു തന്നാൽ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുകൂടി ഇതാ ഉണ്ടാക്കുന്നുണ്ട്. ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമ്മൾക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കൊന്ന് അടപ്പൊന്ന് തുറക്കാം. പെട്ടെന്ന് തന്നെ ഇതായിക്കോട്ടെ, കുറേ ടൈമൊന്നും ആവില്ല. വളരെ പെട്ടെന്ന് നമ്മൾക്കിതെല്ലാം അപ്പം ചുട്ടെടുക്കാൻ കഴിയും. അപ്പോൾ ഇതാ നെയ്യ് കൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഇത് നമ്മൾ അപ്പം ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവില്ലല്ലോ, ഇതിൻ്റെ ആ സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞിട്ട് നെയ്യും കൂടി ഒഴിച്ചല്ലേ. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. നല്ലൊരു സ്മെല്ലൊക്കെ തന്നെ ഈ ഒരു ടൈമിൽ തന്നെ വരുന്നുണ്ടായിരുന്നേ. കറി ഇല്ലാതെ തന്നെ ചൂടോട് കൂടി കഴിക്കാൻ തന്നെ സൂപ്പർ ടേസ്റ്റ് ഉള്ള റവയും മുട്ടയും വെച്ചിട്ട് ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എളുപ്പമാണ് ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.